വീക്ക്നെസ് മനസ്സിലാക്കി ആ പോരായ്മകൾ തിരുത്തണം, കൂടെ നിൽക്കണം. ഉമ്മാനോട് പറയണം, എനിക്ക് ബ്ലഡ് കണ്ട തല കറങ്ങും. അപ്പൊ ഉമ്മ കൂടെ നിർത്തുക. അതൊന്നും ഇല്ല, അതൊക്കെ എനിക്ക് വെറുതെ തോന്നുക. ചെറുങ്ങനെ ബ്ലഡ് കാണുമ്പോൾ നോക്കി ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലൊക്കെ ചെറുങ്ങനെ മുട്ടും. ഇത് നോക്കി, ഇതാ സാധനം, ഇത് ഭയങ്കര നമ്മുടെ സ്ഥിരം കോമൺ പരിപാടിയല്ലോ. ചെറുങ്ങനെ ബ്ലഡ് വന്ന് എന്ത് ചെയ്യും? ഇവിടെ ചെയ്യില്ല. എന്റെ നാട്ടിലപ്പോഴും വായിലിട്ട് തരല. അപ്പൊ കുട്ടികളിലേക്ക് ഇത്രയും സിമ്പിൾ ആയിരിക്കും സാധനം. അതിന്റെ മുമ്പ് രക്തം കുടിക്കുന്നുണ്ട്, ഡ്രാക്കുളയെന്ന് വിചാരിച്ചു. ബ്ലഡ് കണ്ടാൽ തല കറങ്ങുന്ന കുട്ടികളോട് ഇത് സിമ്പിൾ ആണ് എന്ന് പറഞ്ഞ് വീക്ക്നെസ്സിനെ കണ്ടെത്തിയതിനെ പോരായ്മ ഷാർപ്പനിങ് ചെയ്യാനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പ്രസംഗിക്കാൻ കഴിവില്ല എന്നതാണ്. നിങ്ങൾ ഇപ്പൊ ഒരു ടീച്ചറാകണം എന്ന് പറഞ്ഞു. ലെക്ചർ ആകേണ്ട ആളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരിക്കണം? സ്റ്റേജ് ഫിയറൻസ് ഇല്ല എന്നുള്ളതാണ്. കുട്ടികളോട് സമ്മതിക്കാനുള്ള കഴിവുണ്ടാകണം. പക്ഷെ ബൈ ചാൻസ് എന്റെ വീക്ക്നെസ്, അല്ലെങ്കിൽ നിങ്ങളെ എന്നല്ല പറയുന്നത്, എങ്ങനെ അംബീഷൻ സെറ്റ് ചെയ്യുന്ന ഒരാളെ വീക്ക്നെസ്, എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, ആളൊക്കെ മുട്ടുവറക്കും. ആ മുട്ടുവറക്കുന്നവൻ പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഖിയാമത്ത് നാൾ വരെ മുട്ടടിക്കുക എന്നല്ലാതെ ഒരു